ഹായ് ഫ്രണ്ട്സ്, നാടൻ രുചികളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ വെച്ച് ഒരു അടിപൊളി ഒരു സ്നാക്സ് ആണ്. അതെ, നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്രോൺസ് ഒരു 250 ഗ്രാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ഗോൾഡൻ ഫ്രൈയുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ഒരു മുട്ടയും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡിൻ്റെ പൊടി ഒരു 4 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ നമ്മൾ ചെമ്മീൻ കോർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈർക്കിലി എടുത്തിട്ടുണ്ട്. ഈർക്കിലിയോ ടൂത്ത് പിക്കോ എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട് മുട്ടയിലേക്ക് കുരുമുളക് പൊടി ഉപ്പോടി ഇട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ നമ്മുടെ ഈർക്കിലിയെ കോർത്തെടുക്കാം. അപ്പം ചെമ്മീൻ നമ്മൾ ഈർക്കിലിയെ കോർത്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ എളുപ്പത്തിന് പിടിച്ച് കഴിക്കാനും പിന്നെ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ കോർത്തെടുക്കുന്നത്. അപ്പം നമ്മുടെ ചെമ്മീനൊക്കെ നല്ലപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പോടെ ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ കോട്ടിങ്ങിനായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പൊടിയും മൈദയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കോട്ടിങ്ങിനുള്ള ബ്രെഡിൻ്റെ പൊടിയും മൈദയും നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ട് മസാല പുരട്ടി വെച്ചിട്ടുള്ള ചെമ്മീൻ എടുത്ത് നമ്മുടെ ബാറ്ററിൽ മുക്കി നമ്മുടെ പൊടിയിലും കൂടെ നല്ലപോലെ മുക്കി നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് നല്ലപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ വറുത്തെടുക്കാം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി സമയം കിടന്ന് ഇത് ഫ്രൈ ആകേണ്ട കാര്യമില്ല. ഒരു ഗോൾഡൻ ഫ്രൈ ആയാൽ മതി. ഒരു 2 മുതൽ 3 മിനിറ്റൊക്കെ കിടന്നാൽ മതി. അതിനുള്ളിൽ നല്ലപോലെ ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പം ഏകദേശമൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ കോരിയെടുക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ പ്രോൺസ് സ്പെഷ്യൽ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം, ടേസ്റ്റ് നോക്കാം. സൂപ്പറാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്നാക്സ് ഒക്കെ ആയിട്ട് നമുക്ക് സ്പെഷ്യൽ വല്ലോ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പം അടിപൊളി ഒരു സാധനമാണ്. തീർച്ചയായിട്ടും ചെറിയൊരു ക്വാണ്ടിറ്റി ഒരു 10 ചെമ്മീനൊക്കെ എടുത്ത് ട്രൈ ചെയ്ത് നോക്കണം. ഇത്ര ഇൻഗ്രീഡിയൻസ് ഉള്ളല്ലോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.